ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് റേഷ്യോ അനാലിസിസിൽ പാർട്ട് 5 ആണ്. അപ്പോൾ റേഷ്യോസാണ്, വിവിധ തരം റേഷ്യോസാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 3 ടൈപ്പ് റേഷ്യോസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന കാറ്റഗറിയിൽ വരുന്ന റേഷ്യോസാണ്. അപ്പോൾ നമുക്കറിയാം പ്രോഫിറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ഏതൊരു ബിസിനസ് സ്ഥാപനത്തിലും പ്രോഫിറ്റാണ് അതിൻ്റെ എൻജിൻ എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും പ്രോഫിറ്റ് ഒരു സ്ഥാപനത്തിൻ്റെ സർവൈവലിന് ആവശ്യമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഗ്രോത്തിനും ഒക്കെ ലോങ് ടേമിൽ തന്നെ പ്രോഫിറ്റ് വളരെയധികം നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഷോർട്ട് ടേമിലും പ്രോഫിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സ്ഥാപനത്തിലെ മാനേജ്മെൻ്റ് ആണെങ്കിലും ക്രെഡിറ്റേഴ്സ്, അതുപോലെ സ്ഥാപനത്തിൻ്റെ ഷെയർ ഹോൾഡേഴ്സ്, ഇവരെല്ലാം തന്നെയാണ് സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ താല്പര്യമുള്ള അതിൻ്റെ ഉപയോക്താക്കൾ എന്ന വിഭാഗത്തിൽ വരുന്നവരാണ്, യൂസേഴ്സ്. അപ്പം അവർക്കതിൽ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്നും വിവിധ തരത്തിലുള്ള പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് കണ്ടുപിടിക്കുന്നതിലൂടെ ആ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ടോപ്പിക്കാണ്. അപ്പം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ, ഇന്നത്തെ ഈ ക്ലാസ്സിന് മുമ്പേ ഉള്ള ക്ലാസ്സുകൾ മിസ്സായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ നേരത്തെ ഇട്ടിട്ടുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് ഇതിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, അതെല്ലാം പോയിട്ട് കാണണം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ന് ഈ ഒരു ഒറ്റ ടോപ്പിക്ക് തന്നെ ഉള്ളൂ. നമ്മൾ പറഞ്ഞു അത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഏതെല്ലാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതിൽ നിന്നുള്ള ഏതാനും ചില സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ആദ്യമായിട്ട് വാട്ട് ഈസ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ നോക്കാം. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ മെഷർ ആ വാക്കിൽ നിന്ന് നമുക്ക് കിട്ടും ദി എബിലിറ്റി ഓഫ് എ ഫേം ടു ഏൺ ഇൻകം. ഒരു ഫേമിൻ്റെ എത്രത്തോളം ഇൻകം ഏൺ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയോട് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി പ്രോഫിറ്റബിലിറ്റി റേഷ്യോനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്ന് വരുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസ് എന്നാണ്. സെയിൽസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട്. മറ്റൊന്ന് ക്യാപിറ്റൽ എംപ്ലോയിഡിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്, അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ എന്ന് പറയാം. അപ്പോൾ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ഇനി ആദ്യത്തെ നോക്കാം, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസ്. സെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. അപ്പോൾ നിങ്ങൾ +2 ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടായിരിക്കും. AFS എന്ന കാറ്റഗറി ആ ഒരു പേപ്പറാണ് അക്കൗണ്ടിങ്ങിൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ഈ റേഷ്യോസൊക്കെ നേരത്തെ പരിചയമുള്ളത് തന്നെ ആയിരിക്കും. അതിലൊന്നാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, അല്ലെങ്കിൽ ഇതിനെ ഗ്രോസ് മാർജിൻ എന്നും വിളിക്കാറുണ്ട്. ഈ ബ്രാക്കറ്റിനകത്ത് കാണിച്ചിട്ടുള്ളതൊക്കെ അതിൻ്റെ മറ്റൊരു പേരാണ്. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കി വെക്കുക, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. അപ്പോൾ ഈ വാക്കിന് കിട്ടും GP റേഷ്യോ എന്ന് ചുരുക്കി പറയാറുണ്ട്. അപ്പോൾ ദിസ് ഈസ് ദ റേഷ്യോ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ടു സെയിൽസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ്. അപ്പം സെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണിക്കുന്നത്. അതായത് നെറ്റ് സെയിൽസിൻ്റെ എത്രത്തോളം പെർസെൻറ്റേജ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ 100 രൂപയുടെ സെയിൽ നടന്നാൽ അതിൽ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയുടെ ഇക്വേഷൻ കാണാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ആണ്, ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ നമുക്കത് പെർസെൻറ്റേജിലാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ ഇൻറ്റു 100 ഇട്ടിട്ടില്ല, അപ്പോൾ ഇൻറ്റു 100 ഇട്ടിട്ട് ചെയ്യാം നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ ഇതിന് 2 കോമ്പോണൻറ്റ്സ് വരുന്നത്, ഒന്ന് ഗ്രോസ് പ്രോഫിറ്റും മറ്റൊന്ന് നെറ്റ് സെയിൽസുമാണ്. അപ്പോൾ നെറ്റ് സെയിൽസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഗ്രോസ് സെയിൽസിൽ നിന്നും റിട്ടേൺസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും.
പിന്നെ ഇവിടെ ഒരു കോമ്പണൻ്റ് ഉള്ളത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് GP. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നെറ്റ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്ത് കിട്ടുന്നതിനാണ് എന്തെന്ന് പറയാം, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താണെന്ന് നോക്കാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അത് ചെയ്താലാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുക. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് വരുന്നതാണ്. അത് ഓർത്ത് വെക്കുക. ഈ ഗ്രോസ് പ്രോഫിറ്റ് അതിൻ്റെ റിസൾട്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ടായിട്ട് വരുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ്. പിന്നെ ആ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്ത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതി പിന്നെ വീണ്ടും കുറേ എക്സ്പെൻസസും ഇൻകംസും ഒക്കെ നമ്മൾ ലെസ് ചെയ്യുകയും ആഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പേ ഉള്ള സ്റ്റേജ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടാണ്. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ഇനി ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ 20 to 25% ആണ്. 20 to 25% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ 25% ഉത്തരം കിട്ടിയാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് 100 രൂപയുടെ സെയിൽ നടന്നാൽ അവിടെ 25 രൂപയാണ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ പ്രോഫിറ്റബിലിറ്റി നമുക്കൊരു ഐഡിയ കിട്ടും, എത്രത്തോളം ഉണ്ട് അവരുടെ പ്രോഫിറ്റബിലിറ്റി എന്നുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. കമ്പ്യൂട്ട് GP റേഷ്യോ ഫ്രം ദ ഫോളോവിങ്. ഇപ്പോൾ സെയിൽസ് ഉണ്ട് 5,12,000, സെയിൽസ് റിട്ടേൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നെറ്റ് സെയിൽസാണ് വേണ്ടത്, അതുകൊണ്ട് റിട്ടേൺസ് മൈനസ് ചെയ്യേണ്ടി വരും. പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, പർച്ചേസസ് റിട്ടേൺസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമ്മളോട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞു. അപ്പോൾ ഇക്വേഷൻ ഇവിടെ കാണാം, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്കിവിടെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടണം. ഇതിൽ നേരിട്ട് ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ് ഗുഡ്സ് സോൾഡ് പറയുന്ന ഐറ്റം ഇതിൽ നേരിട്ടില്ല. അപ്പോൾ നമുക്കറിയാം നെറ്റ് സെയിൽസ് കാണാനുള്ള ഇക്വേഷൻ ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ഇവിടെ കാണാം, കണ്ടല്ലോ. GP ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അപ്പോൾ നമ്മൾ നെറ്റ് സെയിൽസ് നമുക്കിവിടെ അറിയാൻ പറ്റും. സെയിൽസിൽ നിന്ന് റിട്ടേൺസ് മൈനസ് ചെയ്യുക. 5,12 നിന്ന് 10 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ ഉത്തരം കാണാം. 5,02,000 രൂപ എന്ന് നെറ്റ് സെയിൽസ് ഇവിടെ കിട്ടും. ഇനി അതിൻ്റെ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ അത് നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണണം. ഇവിടെ കണ്ടില്ലേ, ഈ ഡാറ്റ തന്നത് നോക്കുക. ഇതിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഈ ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, പർച്ചേസ് റിട്ടേൺസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണേണ്ടി വരും. അല്ലെങ്കിൽ അവർക്ക് ഇത്രയും ഡാറ്റ തരേണ്ട ആവശ്യമില്ല, നേരിട്ടും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നാൽ മതി. അപ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് കണ്ടുപിടിക്കുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ നേരത്തെ പറഞ്ഞ ഇവിടെ അതിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് നെറ്റാണ്. നെറ്റ് എന്ന് പറയുമ്പോൾ ആ റിട്ടേൺ മൈനസ് ചെയ്യണം കേട്ടോ. പർച്ചേസിൽ നിന്ന് റിട്ടേൺസ് മൈനസ് ചെയ്യണം. അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പം അത് 3,84,000 എന്ന് വന്നത്, അതുകൊണ്ടാണ് 92 8 പോയി. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ആ 384 മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ 4,01,600 രൂപയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ അത് കിട്ടി. അപ്പോൾ നെറ്റ് സെയിൽസിൽ നിന്ന് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 1,04,000 രൂപ എന്ന് കിട്ടും. അപ്പോൾ അതായി. ഇപ്പോൾ ഈ ഇക്വേഷൻ ഏതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇക്വേഷൻ്റെ നോമിനേറ്റർ അതുപോലെ ഡിനോമിനേറ്റർ ഈ രണ്ട് പോർഷൻ്റെയും ഉത്തരം കിട്ടിയാൽ അത് ചെയ്യാൻ പിന്നെ എളുപ്പമാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കുകയാണ് നമ്മൾ വേണ്ടത്. അതിലേക്കുള്ള ഡാറ്റ ക്വസ്റ്റ്യനിൽ ഉണ്ടോ, അതിലേക്കുള്ള വഴി എന്ത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിച്ചു. ഇനി നമ്മളത് ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നമുക്കിവിടെ അറിയാം, 1,04,000 ഡിവൈഡ് ബൈ 5,02,000. അപ്പോൾ നമുക്ക് 20% എന്ന് കിട്ടും. പിന്നെ ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ് 20%. അത് ഇൻ്റർപ്രിട്ടേഷൻ നോക്കുക. GP റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഫോർ എവറി 100 rupees ഓഫ് സെയിൽ, ഓരോ 100 രൂപയുടെ സെയിലിനും ദ ഫേം ഹാസ് ഏൺഡ് എ ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് ₹20. ഇത് സിമ്പിളാണ്. അപ്പോൾ ഒരു 100 രൂപ വിറ്റ് കഴിഞ്ഞാലും അവർ 20 രൂപ അവർ ഗ്രോസ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ മറ്റൊരു അർത്ഥമാണ് അപ്പോൾ 80 രൂപ അവർക്ക് കോസ്റ്റ് ആണെന്നുള്ളത്. അതാണ് ഒരു അതർ മീനിങ് ആണ്. ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വിൽ ബി ₹80. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? 80 രൂപയാണ്. അപ്പോൾ 20 രൂപയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇനി 100 മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഓക്കെ, 10,000 രൂപയ്ക്ക് വിറ്റാൽ അപ്പോൾ 2,000 രൂപ പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് ആണ്. 1,00,000-നാണ് 20,000 രൂപ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ആ രീതിയിൽ നമുക്കിതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ റേഷ്യോ ആണ്. ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഏത് കാറ്റഗറിയാണ് ഓർക്കുന്നുണ്ടല്ലോ? പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസ് ആണ്. സെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റേഷ്യോസാണ് ഇതെല്ലാം. ഇനിയുള്ളത് ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ, അപ്പോൾ ദിസ് റേഷ്യോ എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് സെയിൽസ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റും സെയിൽസും തമ്മിലുള്ള
റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കാണിക്കുന്ന എക്സ്പ്രസ് ചെയ്യുന്ന റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി ഓവറോൾ എഫിഷ്യൻസി ഇൻ ഓപ്പറേറ്റിംഗ് ദ ബിസിനസ്. ആ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ ഒരു ഓവറോൾ എഫിഷ്യൻസിയാണ് ഈ റേഷ്യോ കാണിക്കുന്നതെന്നാണ്. നമുക്ക് അതിൻ്റെ കോമ്പോണൻസിലേക്ക് വരാം, ഒരു ഇക്വേഷനിലേക്ക് വരാം. ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈക്വൽ ടു എന്തൊക്കെയാണ് വരുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിലുള്ളപ്പോൾ നമ്മൾ നിൽക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ പോർഷൻ ഓർക്കുക. അവിടെയാണ് നമുക്ക് ഏത് കോസ്റ്റ് വരുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്ന ആ ഒരു ഐറ്റം വരുന്നത് ഈ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ടാണ്. അതിൻ്റെ ആ ഭാഗത്തുള്ള കോസ്റ്റിൻ്റെ ടോട്ടലാണ് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. അത് പ്ലസ് ഇനി നമുക്ക് വീണ്ടും കുറച്ച് എക്സ്പെൻസ് വരുമല്ലോ നമ്മൾ താഴെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ. അവിടെ ആദ്യം വരുന്ന എക്സ്പെൻസുകളുണ്ട്, അതിനാണ് നമ്മൾ എന്ത് പറയുക? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയാം. അതായത് പ്രോഫിറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞ് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോർഷനിൽ 2 തരത്തിലുള്ള എക്സ്പെൻസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും മറ്റൊന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുമാണ്. ഓക്കെ, അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ നമ്മൾ ആദ്യം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യുന്നു, പിന്നെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യും. അങ്ങനെ കിട്ടുന്നതാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പോർഷനിലേക്ക് വരുമ്പോൾ നമ്മളവിടെ എക്സ്പെൻസിനെ 2 വിഭാഗമായിട്ട് മാറ്റുകയാണ്. ഒന്നെന്താണ്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും മറ്റൊന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും. അപ്പോൾ അതിൽ രണ്ടാമത്തെ ഭാഗം അവിടെ നിൽക്കട്ടെ. അതിൽ ആദ്യത്തെ പോർഷൻ എടുക്കുന്നു, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ട്രേഡിംഗ് അക്കൗണ്ട് റിസൾട്ടായിട്ടുള്ള അതിലെ കോസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് താഴോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം വരുന്ന ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും കൂട്ടുന്നു. അപ്പോൾ 2 പോർഷനിലെയും കോസ്റ്റ് നമ്മൾ കൂട്ടുകയാണ്. അതിനെ നമ്മൾ സെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, നെറ്റ് സെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. നെറ്റ് സെയിൽസിൻ്റെ എത്ര പോർഷനാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതും കാണിക്കുന്നത് പെർസെൻറ്റേജ് ആയിട്ടാണ്. ഇനി ഇവിടെ ഉണ്ട് വാട്ട് ആർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, ഒരു ബിസിനസ്സിൻ്റെ നോർമൽ റണ്ണിങ്, നോർമൽ ഓപ്പറേഷന് വരുന്ന എക്സ്പെൻസ് തന്നെയാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് വരും, പിന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, അതുപോലെ ഫിനാൻഷ്യൽ എക്സ്പെൻസസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ അതിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഇത്രയും എക്സ്പെൻസസ് നമ്മൾ കോസ്റ്റ് ഗുഡ്സ് സോൾഡിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നെറ്റ് സെയിൽസ് അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇത്ര പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ ആ കിട്ടുമ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ അവരുടെ ആ ടോട്ടൽ കോസ്റ്റിൻ്റെ ഒരു റേഷ്യോ നമുക്ക് അവിടെ കിട്ടുന്നത്, അല്ലെങ്കിൽ പെർസെൻറ്റേജ്. മുകളിലുള്ള കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും താഴെ വരുന്ന ഓപ്പറേറ്റിംഗ് കോസ്റ്റും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര എന്നുള്ളൊരു റിസൾട്ടാണ് നമുക്ക് ഈ ഓപ്പറേറ്റ് റേഷ്യോയിൽ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ 75% to 85%, 75 to 85% ആണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോ. ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. അപ്പോൾ അതിൽ സെയിൽസ് ഉണ്ട്, സെയിൽസ് റിട്ടേൺസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നെറ്റ് സെയിൽസ് കാണേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെ ചെയ്യാം, മൈനസ് ചെയ്യേണ്ടി വരും. പിന്നെ കോസ്റ്റ് ഓഫ് സോൾഡ് നേരിട്ട് തന്നിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഉണ്ട്, സെല്ലിംഗ് എക്സ്പെൻസസ് ഉണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം അവിടെ എടുത്താൽ മതി. അപ്പോൾ ഓപ്പറേറ്റ് റേഷ്യോയുടെ ഇക്വേഷൻ അറിയാലോ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്നാണ്, ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇങ്ങനെ പറയുന്നതിന് പകരം ചിലയിടത്തൊക്കെ നമുക്ക് കാണാം ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയും, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അപ്പോൾ ചില ബുക്കിലൊക്കെ നിങ്ങൾക്ക് അവിടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടെ ആഡാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ചേർന്ന് വരുമ്പോഴാണ് നമ്മളതിനെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അത് മാറരുത്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഓപ്പറേറ്റിംഗ് കോസ്റ്റും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ എഴുതുന്നതിന് പകരം ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് വേണമെങ്കിലും എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ചില ബുക്കുകളിലൊക്കെ അങ്ങനെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ തെറ്റൊന്നുമല്ല, അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പറയുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നെറ്റ് സെയിൽസിൻ്റെ കാൽക്കുലേഷൻ ആദ്യം ചെയ്തിട്ടുണ്ട്. ടോട്ടൽ സെയിൽസിന് റിട്ടേൺ മൈനസ് ചെയ്യാണ്. കാരണം താഴെ നമുക്ക് ഡിനോമിനേറ്റർ വേണ്ടത് നെറ്റ് സെയിലാണ്. പിന്നെ മുകളിൽ വേണ്ടത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതിവിടെ ഉണ്ടോ നോക്കണം ക്വസ്റ്റ്യനിൽ. അത് ഉണ്ട്, നമുക്ക് 4,80,000 ഉണ്ട്.
പിന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ് വേണ്ടത്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നമുക്കിവിടെ ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും ഉണ്ട്, സെല്ലിംഗ് എക്സ്പെൻസും ഉണ്ട്, രണ്ടെണ്ണം. അത് രണ്ടുമാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്നുള്ളത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന വിഭാഗത്തിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നെറ്റ് സെയിൽസ് കണ്ടു. ഇനി കോസ്റ്റ് നേരെ ഇക്വേഷനിലേക്ക് ഇനി ഇൻപുട്ട് ചെയ്യാം. കൂടുതൽ കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. കോസ്റ്റ് ഔട്ട് സോൾഡിൻ്റെ സ്ഥാനത്ത് 4,80,000 ക്വസ്റ്റ്യനിലുണ്ട്, ഇത് എഴുതുന്നു. പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്നുള്ള സ്ഥാനത്ത് രണ്ട് സംഖ്യകളുണ്ട്, അതിവിടെ രണ്ടും സെപ്പറേറ്റ് എഴുതിയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്, 45ഉം 75ഉം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലാതെ എടുക്കരുത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്, അത് 7,50,000 അതാണ് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റു 100, അപ്പോൾ ഈക്വൽ ടു 80% കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരിക? ഇവരുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് 80% ആണ് എന്ന് കിട്ടും. ഓക്കെ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് 80% ആണെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. അപ്പോൾ ഇനി താഴത്തെ റേഷ്യോടെ നമുക്ക് പറഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ട് പറയാം. ഇനി മൂന്നാമത്തെ റേഷ്യോ ആണ് ബേസ്ഡ് ഓൺ സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. അപ്പോൾ നേരത്തെയുള്ള റേഷ്യോ ഒക്കെ മനസ്സിലാക്കുക, ഒരേപോലെയുള്ളതല്ല. ഒന്ന് ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ് നമ്മൾ പറഞ്ഞത്, ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഇനി പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. അപ്പോൾ നേരത്തെ ഓപ്പറേറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് കോസ്റ്റിൻ്റെ എലമെൻ്റ് ആണ്. അവിടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റാണ് ആക്ച്വലി വരുന്നത്, ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ് വരുന്നത്. അപ്പം മുകളിൽ പറഞ്ഞത് കോസ്റ്റിൻ്റെ റേഷ്യോയും ഇവിടെ വരുന്നത് എന്താണ്? പ്രോഫിറ്റിൻ്റെ റേഷ്യോയും ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ദിസ് റേഷ്യോ എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് സെയിൽസ്. അപ്പോൾ നെറ്റ് സെയിൽസും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. അപ്പോൾ ഇത് മുകളിലത്തൊക്കെ കമ്പയർ ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു എന്താ വരിക? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ നമ്മൾ നെറ്റ് സെയിൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഇൻറ്റു 100. അപ്പോൾ ഇത്ര പെർസെൻറ്റേജ് ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നെറ്റ് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ്, രണ്ട് കോമ്പണൻ്റ് അതാണല്ലോ. അപ്പോൾ ആദ്യത്തെ കോമ്പണൻ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അതറിയണം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മനസ്സിൽ വെക്കുക. ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആൻസർ കിട്ടി. ഈ ഗ്രോസ് പ്രോഫിറ്റിനെ നമ്മൾ താഴ്ഭാഗത്തേക്ക്, പ്രോഫിറ്റ് ആണെങ്കിൽ അതിൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ നമ്മൾ എടുത്തിട്ട് എഴുതും. ഓക്കെ, അങ്ങനെ എഴുതിയിട്ട് അത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അതിൽ നിന്ന് വീണ്ടും ചില എക്സ്പെൻസസ് നമ്മൾ ഇപ്പുറത്ത് ഡെബിറ്റ് ചെയ്യും. 2 എന്ന് പറഞ്ഞിട്ട് സാലറി, അങ്ങനെയൊക്കെ നമ്മൾ എഴുതുമല്ലോ. 2 അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്, 2 ഓഫീസ് എക്സ്പെൻസ്, അങ്ങനെ നമ്മൾ എഴുതുന്നു. അതാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുക. അപ്പോൾ അത് മൈനസ് ചെയ്യാം. ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മാത്രം മൈനസ് ചെയ്യുന്നു. അങ്ങനെ മൈനസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സ്റ്റേജിൽ അതിൻ്റെ പ്രോഫിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പ്രോഫിറ്റിന് പറയുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നുള്ളത് നെറ്റ് പ്രോഫിറ്റ് അല്ല. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നുള്ളത് നെറ്റ് പ്രോഫിറ്റ് അല്ല. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്ത് വരുന്ന പ്രോഫിറ്റാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിലിങ്ങനെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് സെപ്പറേറ്റ് ഒരു സെക്ഷനൊന്നും വരുന്നില്ല. നമ്മളവിടെ നെറ്റ് പ്രോഫിറ്റ് വരെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ അതിലെ എക്സ്പെൻസുകളെ 2 കാറ്റഗറി ആയിട്ട് മാറ്റുമ്പോൾ അതിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഉണ്ട്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ട് അതിൻ്റെ അതർ സൈഡ്. അപ്പോൾ അത് കൂട്ടാനും പാടില്ല, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറക്കാനും പാടില്ല എന്നുള്ളതാണ്. ആ ഒരു സ്റ്റേജിൽ വരുന്ന പ്രോഫിറ്റിനാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയാം. അപ്പോൾ ഇക്വേഷൻ വൈസ് പറയുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അപ്പോൾ അത് മൈനസ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റേജിൽ വരുന്ന പ്രോഫിറ്റാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് നെറ്റ് സെയിലുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ റിലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കിട്ടുന്ന റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞു. ഒന്ന് ഇതാണ്, ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. രണ്ടാമത്തെ മറ്റൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റാണ് തന്നിട്ടുള്ളത് എങ്കിൽ നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. ഇത് തിരിച്ച് അങ്ങോട്ട് ചെയ്താലും നമ്മൾ എവിടെ എത്തും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് എത്തും. മനസ്സിലായല്ലോ? അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നൊരു സ്റ്റേജ് എപ്പോഴാണ് എത്തുന്നത്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എല്ലാം മൈനസ് ചെയ്ത് നിൽക്കുന്ന സ്റ്റേജാണ്. ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്നാണ് പിന്നീട് നമ്മൾ എന്ത് മൈനസ് ചെയ്യുന്നത്? ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ്. ഞാൻ ഇൻകത്തിൻ്റെ ഭാഗം പറയുന്നില്ല, എക്സ്പെൻസിൻ്റെ ഭാഗം മാത്രം പറയാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്നാണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വീണ്ടും നമ്മൾ മൈനസ് ചെയ്യുന്നത്. അത് മൈനസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഏതിലേക്ക് എത്തുന്നത്? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ആ സ്റ്റേജിലേക്ക് എത്തുന്നത്.
അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റിലേക്ക് തിരിച്ച് നമ്മൾ മൈനസ് ചെയ്തിട്ടുള്ള നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അങ്ങോട്ട് തിരിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ഏത് സ്റ്റേജിൽ തന്നെ എത്തും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് തന്നെ എത്തും. ഓക്കെ, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് മനസ്സിലിങ്ങനെ കാണണം. അപ്പോൾ അത് നന്നായിട്ട് അതിലത്തെ ഓരോ എലമെൻറ്റ് നന്നായിട്ട് അറിയണം. അപ്പോഴാണ് ഞാനിങ്ങനെ പറയുമ്പോൾ അതൊരു നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും മൈനസ് ആയിട്ട് വരുന്ന സ്റ്റേജിലാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുക. ഈ നെറ്റ് പ്രോഫിറ്റിനെ തിരിച്ചങ്ങോട്ട് മുകളിലേക്ക് ചെയ്യുമ്പോൾ കുറച്ചതൊക്കെ കൂട്ടുകയും കൂട്ടിയതൊക്കെ കുറയ്ക്കുകയും വേണം. ഓക്കെ, അപ്പോൾ കൂട്ടിയതൊക്കെ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഈ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം നമ്മൾ ആഡ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മൈനസ് ചെയ്യാൻ വേണം. അപ്പോഴാണ് നമ്മൾ തിരിച്ച് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ബോക്സിൽ എഴുതിയ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ഓപ്പറേറ്റിംഗ് റേഷ്യോ 60% ആണെങ്കിൽ, ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ റേഷ്യോ ആണ്. തൊട്ട് മുകളിൽ പറഞ്ഞ റേഷ്യോ, അതായത് കോസ്റ്റാണ് അവിടെ. ഓപ്പറേറ്റ് റേഷ്യോ 60% ആണെങ്കിൽ, എന്ന് പറഞ്ഞാൽ അവിടെ കോസ്റ്റ് 60% ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 40% ആയിരിക്കും. അത് പിന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നമുക്ക് 80% കിട്ടിയില്ലേ? ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് റേഷ്യോ, അതായത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിൻ്റെ റേഷ്യോ 80% കിട്ടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 20% ആയിരിക്കും. മനസ്സിലായാലേ? 80 രൂപ കോസ്റ്റാണ് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ 20 രൂപയാണ് അവിടെ പ്രോഫിറ്റ് വരുന്നത്. ആ ഒരു ലെവലിലാണ് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ അസർട്ടൈൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഇപ്പോൾ ഇവിടെ ഉണ്ട് സെയിൽസ് ലെസ് റിട്ടേൺ. സെയിൽസ് ലെസ് റിട്ടേൺസ് ആണ് 8 lakh ഉണ്ട്. കോസ്റ്റ് ഔട്ട് സോൾഡ് ഉണ്ട്, അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, സെല്ലിംഗ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് ഉണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ട്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മളോട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ ആദ്യം നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണണം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറക്കണം. കോസ്റ്റ് ഓഫ് സോൾഡ് അത് മാത്രമല്ല, അതിനോടൊപ്പം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കുറയണം അല്ലേ? അപ്പോൾ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് സോൾഡ് കുറയുമ്പോൾ എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഈ സ്റ്റേജിൻ്റെ ഉത്തരം ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് വീണ്ടും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് എത്തും. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരിക? അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് വരുന്നുണ്ട്, അതുപോലെ സെല്ലിംഗ് എക്സ്പെൻസും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആദ്യം കാണണം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണണം എന്നുണ്ടെങ്കിൽ 8 lakh എന്ന് പറയുന്നത് സെയിൽസാണ്, റിട്ടേൺസ് ആയിട്ടുള്ള സെയിൽസ്. അതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യുന്നു? ആദ്യം കോസ്റ്റ് ഔട്ട് സോൾഡ് മൈനസ് ചെയ്യുന്നു. അപ്പോൾ 5,60,000 അതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. ആ സ്റ്റേജിൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, അവിടെ ഒന്നിച്ചാണ് ചെയ്തേക്കാണ്, അത് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ വീണ്ടും മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യുന്നു. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഉണ്ട് 50,000. ഓക്കെ, പിന്നെ ഉള്ളത് സെല്ലിംഗ് എക്സ്പെൻസ് ഉണ്ട് 30,000. അത് രണ്ടും മാത്രമേ മൈനസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് മൈനസ് ചെയ്യുന്നപ്പോൾ നമുക്ക് 1,60,000 കിട്ടും. അപ്പോൾ ഇതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, 1,60,000. ഇനി നമുക്ക് വേണ്ട എന്താ? താഴെ നെറ്റ് സെയിൽസ് ആണ്, അതിവിടെ നമുക്കുണ്ടല്ലോ. അപ്പോൾ ഇനിയൊന്നും കാണാനില്ല, നേരിട്ട് കൊടുക്കാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു 1,60,000 ഡിവൈഡ് ബൈ 8 lakh ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 20% കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അവിടെ താഴെ ഇൻ്റർപ്രിട്ടേഷൻ കാണാം. ദി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഫോർ എവറി റുപ്പി 100 ഓഫ് സെയിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ₹20. 100 രൂപയുടെ സെയിൽ നമുക്ക് ഓരോ 100 രൂപയ്ക്കും 20 രൂപ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇതിൽ എടുക്കാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. അതൊന്നും എന്തല്ല ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ല. ഇപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? ഇൻട്രസ്റ്റ് ഉണ്ട്, അതുപോലെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് ഉണ്ട്, അതൊക്കെ ഇൻകത്തിൽ വരുന്നതാണ്. അതുപോലെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ട്. ഇതൊക്കെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെ കൺസിഡർ ചെയ്യാത്തത്, അതിൻ്റെ റീസൺ അതാണ്. ഇനി നാലാമത്തതാണ്, അതിൽ ലാസ്റ്റ് റേഷ്യോ ആണ് സെയിലിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളത്, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. അപ്പോൾ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഏൺഡ് ആൻഡ് നെറ്റ് സെയിൽസ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഇക്വേഷൻ കാണാം, NP റേഷ്യോ ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ബൈ നെറ്റ് സെയിൽസ് ആണ്. അപ്പോൾ നെറ്റ് സെയിൽസിൻ്റെ എത്ര ശതമാനമാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടില്ല, അതുപോലെ തന്നെ. ഇതിൽ പ്രോബ്ലം ഒന്നും സോൾവ് ചെയ്തിട്ടില്ല, അത് സിമ്പിളാണ്. ഒരു ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് ഏതാണെങ്കിൽ അതെടുക്കുന്നു, ആ നെറ്റ് പ്രോഫിറ്റ് നെറ്റ് സെയിലുമായിട്ട് നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ട്
100 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ റേഷ്യോ കിട്ടും. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ 5% to 10% ആണ്. അപ്പോൾ ഇത് മെഷർ ചെയ്യുന്ന ഓവറോൾ പ്രോഫിറ്റബിലിറ്റിയാണ്. അപ്പോൾ എത്രത്തോളം ഈ ഒരു റേഷ്യോ ഉത്തരം കൂടുതൽ കിട്ടുന്നോ അത്രയും ബെറ്റർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറയുന്ന ഭാഗം. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് 2 ടൈപ്പാണ്. ഒന്ന് സെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതുണ്ട്, രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതുണ്ട്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റേഷ്യോ ആണ്. അതിൽ ഒന്നാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ROI എന്ന് പറയും. ROI അല്ലെങ്കിൽ ഇത് നമ്മൾ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയാറുണ്ട്, റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയാറുണ്ട്, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയാറുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഈ റേഷ്യോ ആണ്. അപ്പോൾ ഇറ്റ് മെഷേഴ്സ് ഹൗ മച്ച് പ്രോഫിറ്റ് ഈസ് ഏർണിംഗ് ഓൺ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഒരു കമ്പനി അതിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള തുക ഉണ്ടാവും ബിസിനസ്സിൽ, അതിൻ്റെ എത്രത്തോളം അതിൻ്റെ പുറത്ത് അവർ ഏൺ ചെയ്യുന്നുണ്ട്, എത്രത്തോളം പ്രോഫിറ്റ് ഇൻവെസ്റ്റ് ചെയ്തതിനനുസരിച്ച് കൊണ്ടുള്ള പ്രോഫിറ്റ് അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഏൺ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ ഇങ്ങനെയാണ്: ROI = പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റും ടാക്സും ഒക്കെ ചാർജ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള പ്രോഫിറ്റാണ് നമ്മൾ എടുക്കേണ്ടത്, ഡിവൈഡഡ് ബൈ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇപ്പോൾ എടുക്കേണ്ടത് നമ്മൾ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് കേട്ടോ. ഇതിൽ ക്യാപിറ്റൽ എംപ്ലോയിഡിൽ ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നൊക്കെയുള്ള കോൺസെപ്റ്റുകളും ഉണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇക്വേഷൻസും നമുക്കിതിൽ കാണാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ബുക്കിൽ റെക്കമെൻഡ് ചെയ്യുന്നതും ചെയ്തിട്ടുള്ളതും സാധാരണ ഇതിൽ ചെയ്യാറുള്ളതും ഒക്കെ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നാണ്, ഇൻറ്റു 100. അപ്പോൾ ഇതും പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഈ ഇൻറ്റു 100 വരുമ്പോഴൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ്, അപ്പോൾ ഇതിൻ്റെ 2 പോർഷൻ അറിഞ്ഞിരിക്കേണ്ടത്, 2 കോമ്പോണൻസ്. ഒന്ന് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്, PBIT എന്ന് ചുരുക്കി പറയും, PBIT. അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഈ ഇൻട്രസ്റ്റും ടാക്സും ഒക്കെ ചാർജ് ചെയ്യുന്നതിന് മുമ്പത്തെ പ്രോഫിറ്റ്. പിന്നെ ഉള്ളത് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്: ടോട്ടൽ അസറ്റ്സിൽ നിന്നും നമ്മൾ കറണ്ട് ലാബിലിറ്റീസ് മൈനസ് ചെയ്യുന്നു. അതിനെയാണ് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുക. ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ ഈ കറണ്ട് ലാബിലിറ്റി മൈനസ് ചെയ്യൂല എന്നുള്ളതാണ്. ഓക്കെ, നെറ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ കറണ്ട് ലാബിലിറ്റി മൈനസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടോട്ടൽ അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റീസ്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ 15% ആണ്, 15%. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ 15%-ഓളം അവർക്ക് റിട്ടേൺ എന്നുള്ള രീതിയിൽ നമുക്കവിടെ മനസ്സിലാക്കാം. അതിന് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. ഇനി താഴെ ഒരു എക്സാമ്പിൾ കാണാം. ഈ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഇനി 3 ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യുന്നുണ്ടോ. ഇവിടെ 3 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതായത് 3 റേഷ്യോ ആണ് നമുക്ക് ഇതിലുള്ളത്. ഈ കാറ്റഗറിയിൽ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള കാറ്റഗറിയിൽ 3 റേഷ്യോ ഉണ്ട്. ആ 3നും ഈ ഒരൊറ്റ ക്വസ്റ്റ്യനാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ബേസിലാണ് 3ൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ കാണാം: ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ പുറത്തുള്ള റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുക, ROI കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ കണ്ടോ, അവിടെ പേര് കാൽക്കുലേറ്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേറെ പേരാണ് ഞാൻ പറഞ്ഞു, ഇവിടെ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട് അങ്ങനെയാണ്. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നും പറയാം, അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയാം. രണ്ടായാലും ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ തന്ന ഐറ്റംസ് നോക്കുക: നെറ്റ് ഫിക്സഡ് അസറ്റ്. അപ്പോൾ നമുക്കിവിടെ ഒന്നാമത്തെ ഐറ്റം വരുന്നത് നെറ്റ് ഫിക്സഡ് അസറ്റാണ്. അപ്പോൾ അവിടെ ഈ നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അതിനാണ് ഈ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നുള്ളതും നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ തന്നില്ല, ഇക്വിറ്റി ക്യാപിറ്റൽ ഉണ്ട്, പ്രിഫറൻസ് ക്യാപിറ്റൽ ഉണ്ട്, ഡിബഞ്ചർ, അതുപോലെ റിസർവ്. ഈ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിന് ടോട്ടൽ തുല്യമായിരിക്കും എന്നുള്ളതാണ്. അതായത് ഷെയർ ക്യാപിറ്റൽ, റിസർവ്, ഡിബഞ്ചർ, മറ്റ് ലോങ് ടേം ലോൺസ്, ഇതെല്ലാം തന്നെ നമുക്ക് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ടോട്ടലും എന്തിന് തുല്യമായിട്ട് വരും? നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡിന് തുല്യമായിട്ട് വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. അത് ടോട്ടൽ അസറ്റ് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാലും നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിവിടെ ഉണ്ട്. പിന്നെ കറണ്ട് അസറ്റ് ഉണ്ട്, കറണ്ട് ലാബിലിറ്റി സെപ്പറേറ്റ് തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, പ്രൊവിഷൻ ഫോർ ടാക്സ്, നെറ്റ് പ്രോഫിറ്റ്, അതൊക്കെ എല്ലാം തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ROI കാണാനാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഈ 2 രീതിയിൽ നമുക്കത് പോവാം.
ഇപ്പോൾ ഇവിടെ താഴെ അത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ നോക്കാം. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ 2 പ്രോഫിറ്റും ഉണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് വരാൻ, ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 2 രീതിയിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 രീതിയിൽ ഇവിടെ താഴെ അത് ആൻസർ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം 2 രീതിയിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആദ്യം എടുത്ത് 1,06,000. ആ ഗ്രോസ് പ്രോഫിറ്റിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മാത്രം മൈനസ് ചെയ്യുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഉണ്ട്, അതുപോലെ തന്നെ സെല്ലിംഗ് എക്സ്പെൻസസും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 54,000 വരും ടോട്ടൽ. അപ്പോൾ 52,000 കിട്ടും. ഇതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഇതാണ് ഏത് പ്രോഫിറ്റ്? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്ന പ്രോഫിറ്റ് ഇതാണ് നമുക്ക് വേണ്ട പ്രോഫിറ്റ്. ഇനി നമുക്ക് ഇത് രണ്ടിലും ഈ ക്വസ്റ്റ്യനിൽ 2 തന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇങ്ങനെ താഴോട്ട് 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് എത്താം. ഇനി നേരെ ഈ ഗ്രോസ് പ്രോഫിറ്റ് പറഞ്ഞൊരു സാധനം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും? നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് തന്നിട്ടുണ്ട് 26,000 രൂപയാണെന്നുള്ളത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് ഇവിടെ കിട്ടിയല്ലോ, അതിൽ നിന്ന് വീണ്ടും എന്ത് കുറച്ചിട്ടുണ്ടായിരിക്കും? ഇൻട്രസ്റ്റും ഈ ടാക്സും എല്ലാം മൈനസ് ചെയ്ത് ലാസ്റ്റ് വരുന്ന പ്രോഫിറ്റാണ് എന്ത്? നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, നെറ്റ് പ്രോഫിറ്റിലാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് തിരിച്ച് മുകളിലേക്ക് നമ്മൾ പോകണം. ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് ഇൻട്രസ്റ്റ്, പ്രൊവിഷൻ ഫോർ ടാക്സ് എന്നൊക്കെ പറയുന്നത്. ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നെറ്റ് പ്രോഫിറ്റിലേക്ക് തിരിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്ന മേലത്തെ സ്റ്റേജിലേക്ക് എത്തുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, 26,000 നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, അതിലേക്ക് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുന്നു 12,000. പിന്നെ ഈ പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറയുന്നത് അത് നമ്മൾ ആഡ് ചെയ്യുന്നു. അതൊക്കെ കുറച്ചതുകൊണ്ടാണ് നെറ്റ് പ്രോഫിറ്റ് 26,000 ചുരുങ്ങിയത്. അപ്പോൾ അത് തിരിച്ചവിടെ ആഡ് ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നുള്ള സ്റ്റേജിലേക്ക് എത്താം. അപ്പോൾ 52,000 കിട്ടും. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്താൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് എത്തും. അതുപോലെ നെറ്റ് പ്രോഫിറ്റിനോട് കൂടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ച് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് തന്നെ എത്തും. അപ്പോൾ ഈ 2 റൂട്ടിലും നമുക്കിത് കണ്ടുപിടിക്കാം. മുകളിൽ നിന്ന് താഴോട്ടും വരാം, താഴെ നിന്ന് മുകളിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ അത് ക്വസ്റ്റ്യൻ അനുസരിച്ചുകൊണ്ട് ചെയ്യുക. ഇതിലിപ്പോൾ 2 കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ 2 കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പബ്ലിക് എക്സാമിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്കുള്ളത് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കാണണം. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഫിക്സഡ് അസറ്റാണ്. നെറ്റ് ഫിക്സഡ് അസറ്റ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഉണ്ടാവും. ഫിക്റ്റീഷ്യസ് അസറ്റ്സ് അറിയാലോ. ഇപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, അല്ലെങ്കിൽ ഷെയർസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കാണാൻ നമ്മൾ എടുക്കേണ്ടത് എപ്പോഴും നെറ്റ് ഫിക്സഡ് അസറ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് അത് ഒഴിവാക്കണം. ഓക്കെ, ഫിക്റ്റീഷ്യസ് അസറ്റ്സ് മൈനസ് ചെയ്തിരിക്കണം എന്നർത്ഥം. നെറ്റ് ഫിക്സഡ് അസറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ നെറ്റ് ഫിക്സഡ് അസറ്റിനോട് കൂടെ പ്ലസ് കറൻറ്റ് അസറ്റ്സും കൂടെ ആഡ് ചെയ്യുന്നു, മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ്. അപ്പോഴാണ് നമുക്ക് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് വരുന്നത് കിട്ടുക. ഈ നെറ്റ് എന്നുള്ള വാക്ക് വരുമ്പോൾ തന്നെ എന്തോ മൈനസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, എന്തോ മൈനസ് ചെയ്തുകൊണ്ട് വരുമ്പോഴാണ് നമ്മൾ നെറ്റ് അറ്റ എന്നുള്ള മലയാളത്തിൽ അർത്ഥം വരുന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് ഫിക്സഡ് അസറ്റ് പ്ലസ് കറൻറ്റ് അസറ്റ്, അപ്പോൾ ടോട്ടൽ അസറ്റായി. ഇത് മൊത്തം ടോട്ടൽ അസറ്റിൽ എന്നുള്ള രീതിയിലേക്ക് വന്നു. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? കറൻറ്റ് ലയബിലിറ്റി മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്ന ഉത്തരമാണ് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. അപ്പോൾ അതിവിടെ കിട്ടിയിട്ടുണ്ട് 3,25,000 നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കുക. ഇക്വേഷൻ എങ്ങനെയായിരുന്നു? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഇവിടെയൊക്കെ ഇക്വേഷനിൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് മാത്രമേ ഉള്ളെങ്കിൽ പോലും നമ്മളവിടെ എടുക്കുന്ന ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഏതാണ്? നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണ്. ആ പേര് ഓർത്ത് വെക്കുക കേട്ടോ. ടെക്സ്റ്റിൽ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ പോലും നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണ്. അതുകൊണ്ടാണ് ഈ കറൻറ്റ് ലയബിലിറ്റിയുടെ മൈനസ് വരുന്നത്. അങ്ങനെ വന്നാൽ അത് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണ്. അപ്പോൾ 52,000 ഡിവൈഡ് ബൈ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 3,25,000 ഇൻറ്റു 100 ഈക്വൽ ടു 16%. അപ്പോൾ ROI കിട്ടിയിട്ടുള്ളത് 16% ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ റേഷ്യോയിലേക്ക് വരാം. രണ്ടാമത്തെ റേഷ്യോ വരുന്നത് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ പുറത്ത് എത്രത്തോളം റിട്ടേൺ കിട്ടുന്നു. അപ്പോൾ ഇത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മളിത് പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ റേഷ്യോ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ നെറ്റ് വർത്ത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ അതുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണ് ഏത്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നുള്ള ഈ ഒരു റേഷ്യോ.
ഇറ്റ് മെഷേഴ്സ് പ്രോഫിറ്റബിലിറ്റി ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഈ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ രണ്ട് വിഭാഗം വരും കേട്ടോ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും വരും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും വരും. അങ്ങനെ ആ മൊത്തത്തിലുള്ള ഷെയർ ഹോൾഡേഴ്സാണ് ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ മുകളിലെടുത്തത് ROI കാണാൻ വേണ്ടിയിട്ട് എടുത്ത് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആയിരുന്നു. ഇനി ഇവിടെ എടുക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. കാരണം ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്, അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് ഈ പറയുന്ന നെറ്റ് പ്രോഫിറ്റിൻ്റെ റേഷ്യോ വെച്ചിട്ടാണല്ലോ. അപ്പോൾ ഇൻട്രസ്റ്റും ടാക്സും ഒക്കെ അടച്ചതിന് ശേഷം ബാക്കി വരുന്നതാണ് ഇവർക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിവിടെ അത് റിലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പെർസെൻറ്റേജ് ആയിട്ട് തന്നെയാണ് കിട്ടുക. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇക്വിറ്റി ക്യാപിറ്റലും റെഫറൻസ് ക്യാപിറ്റലും റിസർവ്സും സർപ്ലസും പ്രോഫിറ്റും അങ്ങനെയുള്ള എല്ലാം വരുന്നതാണ് എന്ത്, ഈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഈക്വൽ ടു, ഇനി ഇവിടുത്തെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ആ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്, ബിഫോർ പ്രിഫറൻസ് ഡിവിഡൻ്റ് ആണ്. പ്രിഫറൻസ് ഷെയർ എടുത്ത ആൾക്കാരുണ്ടാവും, അവർക്ക് കൊടുക്കുന്ന ഡിവിഡൻ്റാണ് പ്രിഫറൻസ് ഡിവിഡൻറ്റ്. അപ്പോൾ ആ പ്രിഫറൻസ് ഡിവിഡൻറ്റ് കൊടുക്കുന്നതിന് മുമ്പേ ഉള്ള പ്രോഫിറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നാൽ ഇതിന് ശേഷമുള്ളതാണ് ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിന് ശേഷമുള്ളതും എന്നാൽ പ്രിഫറൻസ് ഡിവിഡൻറ്റിന് മുമ്പുള്ളതുമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. കാരണം ഇതിലാരും ഉണ്ട്, പ്രിഫറൻസ് ഹോൾഡേഴ്സും ഉണ്ട് ഇവിടെ, ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ. അപ്പോൾ അവരുടെ ആ ഫണ്ടും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ വന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ ഇവിടെ എഴുതിയിട്ടുള്ള ചോദ്യം ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്നാണ്. അതാ നേരത്തെയുള്ള ക്വസ്റ്റ്യൻ തന്നെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതല്ല ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. അപ്പോൾ ചോദ്യം നിങ്ങൾ ബുക്കിലേക്ക് കോപ്പി ചെയ്ത് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ കാൽക്കുലേറ്റ് എന്നുള്ളതിന് ശേഷം എന്ത് മാറ്റി എഴുതണം, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നോക്കിയിട്ട് എഴുതണം. ഓക്കെ, ഇനി സെയിം ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നേരെ ഉത്തരത്തിലേക്ക് പോവാം. റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതാണല്ലോ 26,000 ഇവിടെ കാണാം. അത് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 26,000. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും, ഒരു 75,000, 50,000, 24,000, 26,000 ഇത്രയും വരുന്നു. അപ്പോൾ 1,75,000 വരും. അത് ഏതൊക്കെ ആയിരിക്കും 75,000 ഒക്കെ വരുന്നത്, മുകളിലെ ആ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. അപ്പോൾ നമുക്ക് അവിടെ അത് കാണാൻ പറ്റും. കുറേ ഐറ്റംസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതിൻ്റെ എല്ലാം ടോട്ടലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. ആ ടോട്ടലെല്ലാം കൂടെ കൂട്ടുമ്പോൾ 1,75,000 കിട്ടും. അപ്പോൾ 1,70,000, പിന്നെ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത് 26,000 ആണ്. ഈ 26,000 ഇത് ഡിവൈഡ് ബൈ 1,70,000. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടുന്നുണ്ട്, 15% എന്ന് കിട്ടും. അപ്പോൾ ദിസ് മീൻസ് ദാറ്റ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഈസ് 50 പൈസ പെർ റുപ്പി. അത് രൂപയ്ക്ക് വെച്ച് പറഞ്ഞു, അല്ലെങ്കിൽ 100 രൂപയ്ക്ക് പറയുകയാണെങ്കിൽ 15 രൂപ എന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൻ്റെ പുറത്തുള്ള റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് അവർക്ക് 15 രൂപ റിട്ടേൺ ആയിട്ട് കിട്ടുന്നു. ആരൊക്കെ ഉൾപ്പെടെ, ഇക്വിറ്റി ഹോൾഡേഴ്സും അതുപോലെ പ്രിഫറൻസ് ഹോൾഡേഴ്സും ഉൾപ്പെടെ മൊത്തം ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ ഇങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിയുള്ളത് മൂന്നാമത്തത് വരുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റലാണ്. ഈ 3 റേഷ്യോസ് ഇതിൽ വരുന്നുള്ളൂ. ആ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഇക്വിറ്റി ഹോൾഡേഴ്സിൻ്റെ കിട്ടുന്ന റിട്ടേൺ ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് മെഷേഴ്സ് ദ റിട്ടേൺ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ ആണ് നമ്മളിവിടെ നോക്കുന്നത്. അത് എങ്ങനെയായിരിക്കും വരിക, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, നേരത്തെ പറഞ്ഞ പോലെ ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് വരും, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് മുകളിൽ നമ്മൾ പറഞ്ഞ ഈ പ്രിഫറൻസ് ഡിവിഡൻറ്റ് ഉണ്ടല്ലോ, അതും കൂടെ മൈനസ് ചെയ്യുക. കാരണം പ്രിഫറൻസ് ഹോൾഡേഴ്സിനും ഡിവിഡൻറ്റ് കൊടുത്തതിന് ശേഷമാണ് ആർക്ക് ഡിവിഡൻറ്റ് കിട്ടുന്നത്, ഇക്വിറ്റി ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് കിട്ടുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻറ്റ് എടുക്കണം. അപ്പോഴേ ആക്ച്വലി ഇക്വിറ്റി ഹോൾഡേഴ്സിന് മാത്രമായിട്ടുള്ള ഫണ്ട് എത്രയാണ്, പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്ക് അവിടെ കിട്ടുള്ളൂ. അതെടുക്കണം. എന്നിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100 എടുക്കുക. അപ്പോൾ അവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് മാത്രമേ അവിടെ എടുക്കാവൂ. ഓക്കെ, ഇനി താഴെ ഇതേപോലെ തന്നെ നമ്മൾ വീണ്ടും ചെയ്യുന്നു.
ഇക്വേഷൻ എഴുതുന്നു. റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്, പിന്നെ ഡിവൈഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് മാത്രം എടുക്കുക. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് അറിയാൻ 26,000 ആണ്. ഇനി ഇവിടെ പ്രിഫറൻസ് ഡിവിഡൻഡ് അത് എത്രയാണെന്ന് നമ്മളോട് ക്വസ്റ്റ്യനിലൊന്നും ഇല്ല, പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണെന്ന്. പക്ഷേ നമുക്കിവിടെ മുകളിൽ കാണാം 10% പ്രിഫറൻസ് ക്യാപിറ്റൽ എന്നാണ്. അത് 50,000 രൂപ ഉണ്ട് എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരെ എത്രയായിരിക്കും? 10% ആയിരിക്കും. അതാണല്ലോ അവരുടെ ആ പേരിൻ്റെ കൂടെയുള്ള റേറ്റ് സൂചിപ്പിക്കുന്ന അതാണ്. അവർക്ക് 10% ഫിക്സഡ് ആയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 50,000ൻ്റെ 10% അതാണ് ഇവിടെ താഴെ പ്രിഫറൻസ് ഡിവിഡൻഡാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് 5,000 ആണ്. അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ഓൾറെഡി ഉള്ളത് 26,000 ആണ്. അപ്പോൾ അതിൽ നിന്ന് അവരുടെ ഡിവിഡൻഡ് ഈ 5,000 പോയാൽ പിന്നെ ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21,000 രൂപ ഉണ്ടാവുള്ളൂ. അതാണ് ഈ 21,000 വരുന്നത്. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ 21,000 രൂപ എന്ന് വരും. ഓക്കെ. പിന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിനി നേരത്തെ ഇതിൽ നിന്ന് എന്ത് ഒഴിവാക്കണം? ഈ പ്രിഫറൻസ് ഹോൾഡേഴ്സിൻ്റെ ആ സംഖ്യയെ നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുള്ളൂ? ഇവിടെ 75,000 ഉണ്ടല്ലോ, 75,000 വരും. പിന്നെ റിസർവ് വന്നിട്ടുള്ള ഈ 24 ഇത് എടുക്കരുത്, ഈ 50,000 എടുക്കരുത്, ഈ 75,000 എടുക്കാം. നമുക്കിവിടെയുള്ള റിസർവ് ആയിട്ടുള്ള 24,000 എടുക്കാം. അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. 75,000വും അതുപോലെ 24,000 റിസർവ് വന്നിട്ടുള്ള 24,000. ഇത് നേരത്തെ പഠിച്ചാണല്ലോ, അറിയാലോ. പിന്നെ ഈ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 21,000 എടുക്കാം, 26,000 എടുക്കരുത്. മുകളിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവിടെ എന്ത് വന്നു? 26,000 അടുത്ത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ. കാരണം അവിടെ ഡിവിഡൻഡ് നമ്മൾ മൈനസ് ചെയ്യണില്ല. പിന്നെ അതിന് പുറമെ ഇവിടെ എന്തും വന്നിരുന്നു? 50,000 വന്നിരുന്നു. 50,000 എന്ന് പറയുമ്പോൾ പ്രിഫറൻസ് ഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റലും കൂടെ വന്നിരുന്നു. താഴോട്ട് വരുമ്പോൾ ഇക്വിറ്റി ഹോൾഡേഴ്സിൻ്റെ കാണുമ്പോൾ നമ്മൾ എന്തെടുക്കരുത്? പ്രിഫറൻസ് ഹോൾഡേഴ്സിൻ്റെ എമൗണ്ട് അവരുടെ ഫണ്ടിലേക്ക് കൂട്ടരുത്. കാരണം ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 1,20,000 എന്ന് കിട്ടും. ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യുക 21,000, അതായത് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത്, അത് ഡിവൈഡ് ബൈ 1,20,000 ഇവരുടെ മാത്രം ഫണ്ട്. അപ്പോൾ 17% കിട്ടും. ഓക്കെ. അപ്പോൾ ഇത്രയാണുള്ളത്. ഇപ്പോൾ ഈ ഒരു പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി ഒരു റേഷ്യോയുടെ ഉള്ളൂ, റേഷ്യോയുടെ ക്ലാസിഫിക്കേഷനിൽ. അതിനുശേഷം ഈ റേഷ്യോയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് പഠിക്കാനുള്ളത്. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.